Hi friends, vinizworld എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്നുള്ളതും കൂടി എനേബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് പാവക്ക അച്ചാറാണ്. അതിനായിട്ട് ഒരു പാവക്കയാണ് ഉണ്ടായത്. അത് ഒന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് നേരമെങ്കിലും വെച്ചേക്കണം. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ നേരം വെച്ചിട്ടുണ്ട്. 10-20 വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിത് മുറിക്കാതെ തന്നെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ടിടാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉലുവ ഇട്ടാൽ മതി. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഈ പാവക്ക നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ ഫ്രൈ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അതൊന്ന് വറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഫ്രൈ ആകുമ്പോൾ ഒരുവിധം ഒന്ന് കളർ മാറി വരുമല്ലോ, അപ്പോൾ നമുക്ക് എടുക്കാം. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വെന്ത് വന്നാൽ മതി. ഇനി നമ്മളൊരു പാത്രത്തിൽ ഈ സെയിം പാത്രത്തിൽ തന്നെ വെച്ചാൽ മതി. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ശരിക്കും എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണം. കാരണം കുറച്ച് ഉള്ളല്ലോ, എനിക്കിപ്പോൾ ഇത്തിരി ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോകുന്നുള്ള പേടി വേണ്ട. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണം വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടാവും. ഈ വെളുത്തുള്ളിയുടെ കളറൊന്നും മാറണ്ട. ഒരു വിധമൊന്നും ആയിക്കഴിയുമ്പോൾ നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഉലുവപ്പൊടി, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ കൂടുതലായി പോകാൻ പാടില്ല, ഒരു പിഞ്ച് മാത്രം മതി കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ അതിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒഴിക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഞാനൊരു ഒരു ബൗളിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണം പാവക്ക ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ചാറൊന്ന് കുറുകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക് ഇതിപ്പോൾ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. Thanks for watching.